ഇന്നത്തെ സ്പെഷ്യൽ ഒരു അങ്കമാലി മാങ്ങാക്കറിയാണ്. കുറേ നാളെ ഒന്ന് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് മീൻസ് തളിരായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ടു, ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ടു, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ്. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ ഞാനൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ മെഷർ ചെയ്തല്ല കേട്ടോ ഒഴിക്കണേ, ഞാനൊരു അളവ് വെച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കുകയാണ്. അപ്പം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മുടെ ആവശ്യത്തിനും ഉപ്പും ചേർക്കുക. ഉപ്പും ചേർത്തിട്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതൊന്ന് തിരുമിയെടുക്കുക എന്നതാണ്. അപ്പോൾ ചിലർക്ക് തോന്നും, തിരുമിയൊക്കെ കൈ കൊണ്ടൊക്കെ തിരുമിയെടുക്കണോ എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയല്ല, ആ തിരുമിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനത് നന്നായിട്ട്, അത് നമ്മളെ തിരുമിയെന്ന് വെച്ചാൽ ഒരുവിധം വെന്ത പോലെ പാകം പോലെ കിട്ടുന്ന പോലെ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് തിരുമിയെടുക്കുക. നന്നായിട്ട് തിരുമിയെടുത്ത ശേഷം ഞാൻ ഓൾറെഡി മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 2 മാങ്ങയാണ് എടുത്തത്. അധികം പുളിയില്ലാത്ത മാങ്ങയായിരുന്നു. അപ്പോൾ ഞാനത് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങയും കൂടി ചേർത്തിട്ട്, മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ തിരുമരുത്, അതൊന്ന് പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. ചിലപ്പോൾ നമ്മൾ മാങ്ങ ഒത്തിരി അങ്ങോട്ട് തിരുമുമ്പോഴത്തേക്കും നമ്മൾ വേവിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഓൾറെഡി ഒരു മുറി തേങ്ങ ഞാൻ എടുത്ത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അത് 2 പാലുകളായി പ്രിപ്പയർ ചെയ്തു. 2ാം പാലും ഉണ്ടാക്കി, പിന്നെ 1ാം പാലും. അപ്പോൾ നന്നായിട്ട് കൂട്ടി വെച്ച ശേഷം നമ്മുടെ 2ാം പാലൊഴിച്ച് ശേഷം അടുപ്പത്ത് വെക്കുന്നത്, എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ പാകമായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ 1ാം പാൽ ഒഴിക്കണം. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം നേരം തിളപ്പിക്കണ്ട കേട്ടോ. നമ്മൾ തിളപ്പിച്ചു, ജസ്റ്റ് ഒന്ന് തിള വന്നു, നമ്മളപ്പോൾ തന്നെ ഓഫ് ചെയ്തു. അതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. കടുക് വറുത്തിടാനായിട്ട് വറ്റൽമുളക്, ചെറിയുള്ളി, കറിവേപ്പില. പെർഫെക്റ്റ് അങ്കമാലി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.